نحمده ونستعينه ونستغفره ونتوب إليه من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ പുണ്യമേറിയ രാപ്പകലുകൾ ഒട്ടനവധി സൽക്കർമ്മങ്ങളിലൂടെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. വികാരവിചാരങ്ങളെ നിയന്ത്രിച്ചും ഭക്ഷണപാനീയം ഉപേക്ഷിച്ചും ദീർഘനേരം തറാവീഹ് നമസ്കരിച്ചും ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തും ദിക്റുകളിലും ദുആകളിലും മുഴുകിയും ദാനധർമ്മങ്ങളിൽ കൂടുതൽ ആവേശവും താൽപ്പര്യവും കാണിച്ചുമൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹിജറ 1447 ഷഹ്റു റമദാൻ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ റമദാനിൽ ഇനി നമ്മുടെ മുന്നിലുള്ളത്. റമദാനിന് പരിസമാപ്തി കുറിക്കുന്ന ഈ വേളയിൽ വിശ്വാസികളായ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ചിന്തകളുണ്ട്. ഒന്നാമത്തേത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ചിന്തയാണെങ്കിൽ, രണ്ടാമത്തേത് സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ചിന്തയാണ്. എന്താണ് സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ ചിന്ത? ഒരു നോമ്പ് കൊണ്ട് തന്നെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും എന്ന് പറയപ്പെടുമ്പോൾ അതിൽ നിന്ന് 22ഓളം നോമ്പെടുക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ. ഹബലും മംദൂദും മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു നീട്ടിയിട്ട കയറാണ് വിശുദ്ധ ഖുർആൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ആ ഖുർആനുമായി നിരന്തരമായ ബന്ധം വെച്ച് പുലർത്താൻ നമുക്ക് സാധിച്ചുവല്ലോ. ദാനധർമ്മങ്ങളും ദിക്റുകളും ദുആകളുമായി, ഖുർആൻ പാരായണവുമായി, തറാവീഹുമായി നമ്മൾ പരിശ്രമിക്കുകയാണല്ലോ എന്നതാണ് സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ ചിന്തയെങ്കിൽ, സങ്കടത്തിൻ്റെ ചിന്ത എന്നത് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന
നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന ദിവസങ്ങൾ ഇനി അധികമില്ലല്ലോ എന്നതാണ്. കെട്ടിയിടപ്പെട്ട പിശാചിനെ വീണ്ടും അഴിച്ചടപ്പെടാൻ ഇനി ദിവസങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ എന്നതാണ് സങ്കടത്തിന്റെ ചിന്ത. നമുക്ക് ഈമാനും തഖ്വയും നേടിത്തന്ന പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണല്ലോ എന്ന സങ്കടത്തിന്റെ ചിന്ത ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ നീറലേൽപ്പിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, കഴിഞ്ഞുപോയ ദിവസങ്ങളെ ഒന്ന് വിലയിരുത്തണം. 10-22 ദിവസം എനിക്ക് കിട്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 22 ജുസെങ്കിലും ഖുർആനിൽ നിന്ന് ഞാൻ ഓതി തീർത്തിട്ടുണ്ടോ? പലതവണ ഖത്ം തീർക്കണമെന്ന് ആലോചിച്ച ഞാൻ എത്ര തവണ ഓതിയിട്ടുണ്ട്? 5 നേരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചുവോ? ഫർളിൽ മാത്രം ഒതുങ്ങാതെ റവാത്തിബ് അടക്കമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഞാൻ കണിശത കാണിച്ചോ? ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച നന്മകൾ ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചോ? ഇനി ഒരു പാപവും ജീവിതത്തിൽ ഇല്ലെന്ന് ഉറപ്പിക്കാവുന്ന വിധത്തിൽ ആത്മാർത്ഥമായ തൗബ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വല്ല വീഴ്ചകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള, അത് നികത്താനുള്ള അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് ഏറെ വിലപ്പെട്ടതാണ്. നിർണായകമായ മണിക്കൂറുകളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ അടുത്തൊരു റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള നോമ്പെടുക്കാനുള്ള ആരോഗ്യവും സൗകര്യവും നമുക്ക് കിട്ടുമോ? ഒന്നും പറയുക സാധ്യമല്ല. അതുകൊണ്ട് റമദാനിലെ ബാക്കിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള നല്ല പ്ലാനിംഗ് വിശ്വാസികളെ നമുക്കുണ്ടാകണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ റമദാനിലെ ഒരു ദിവസത്തിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുകയാണ്, തല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ, ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ ലതമന്നൗ യൗമൻ മിൻ റമദാൻ, അയാൾ ആഗ്രഹിക്കുക റമദാനിൽ ഒരു ദിവസം കൂടി കിട്ടുമോ എന്നായിരിക്കും. മരിച്ചുപോയൊരു വ്യക്തിക്ക് ഇനിയെങ്ങാനും ദുനിയാവിൽ ഒരു ദിവസം കിട്ടുമെങ്കിൽ റമദാനിൽ ഒരു ദിവസത്തിനു വേണ്ടി ആ മനുഷ്യൻ കൊതിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്. അതുകൊണ്ട് സെക്കൻഡുകൾക്ക് പോലും ഇനി വിലയുണ്ട് എന്നർത്ഥം. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ പറയുന്നുണ്ട്, സൗമു യൗമിൻ മിൻ റമദാൻ അഫ്ളു മിൻ അൽഫി യൗം. റമദാനിൽ ഒരു ദിവസം നോമ്പെടുത്താൽ മറ്റു മാസങ്ങളിലെ 1000 ദിവസത്തെ നോമ്പിന് തുല്യമാണ്. വതസ്ബീഹത്തുൻ ഫീഹി അഫ്ളു മിൻ അൽഫി തസ്ബീഹ. ഒരു സുബ്ഹാനല്ലാഹ് റമദാനിൽ പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ എത്രയോ തവണ സുബ്ഹാനല്ലാഹ് പറയുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറെ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഇനിയുള്ള അവസാന നിമിഷങ്ങൾ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, സലഫുകൾ വളരെ അധികം പ്രാധാന്യത്തോടു കൂടി കണ്ട കാര്യമാണ് കർമ്മങ്ങൾ ചെയ്യുന്നതിലേറെ പ്രാധാന്യം അവർ നൽകിയത് ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ച് കിട്ടാനാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങി, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 61-ാമത്തെ ആയത്തിറങ്ങുകയാണ്. എന്താണ് ആയത്ത്? വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ. അല്ലാഹ് പറയാണ് വിശുദ്ധ ഖുർആനിൽ, വല്ലദീന യുതൂൻ, നൽകുന്ന മനുഷ്യരുണ്ട്, മാ ആതൗ, കൊടുക്കുന്നതൊക്കെയും, ചെയ്യുന്നതൊക്കെയും ചെയ്യുന്ന, കൊടുക്കുന്നതൊക്കെയും കൊടുക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം പുണ്യം ചെയ്യുന്ന ചില ആളുകളുണ്ട്. വഖുലൂബുഹും വജിലാ, അപ്പോഴും ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുകയാണ്. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്, എന്നിട്ടും മനസ്സിൽ പേടിയുള്ള ചില ആളുകളുണ്ട്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ, ഖബറിൽ പോയി കിടക്കണമല്ലോ, അന്ത്യനാൾ ഭീകരമാണല്ലോ, പടച്ചവന്റെ മുന്നിൽ ചെന്ന് നിൽക്കണമല്ലോ, മരിച്ചു പോകണമല്ലോ, മരണമുണ്ടല്ലോ, ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും ഹൃദയത്തിൽ പേടിയുള്ള ചില ആളുകളുണ്ട് എന്ന ആയത്തിറങ്ങി. ഈ ആയത്ത് നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ
പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അരികിൽ ചെന്നു. എന്നിട്ട് ഈ ആയത്തോതി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഹുമുല്ലദീന യശ്റബൂനൽ ഖംർ, റസൂലേ നന്മകളൊക്കെ ചെയ്തിട്ടും അവർക്കെന്തിനാ പേടി? അവരെന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഔ യസ്രിഖൂൻ, അവർ വല്ലതും കട്ടെടുത്തിട്ടുണ്ടോ? ഔ യസ്നൂൻ, അവർ വ്യഭിചരിച്ചവരാണോ? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, എല്ലാം നന്മയും ചെയ്തിട്ട് പിന്നെന്തിനാ അവർ പേടിക്കുന്നത്? വല്ല കള്ളും കുടിച്ചു പോയോ? വ്യഭിചരിച്ചോ? അവർ കട്ടെടുത്തിട്ടുണ്ടോ വല്ലതും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്, ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ പുത്രി ആയിഷ, അതൊന്നുമല്ല കേട്ടോ കാര്യം. വലാകിന്നഹുമുല്ലദീന, പക്ഷെ അവരുണ്ടല്ലോ, യസൂമൂൻ, അവർ നോമ്പെടുത്തവരാണ്. അവരെ പേടി എന്താണെന്നറിയോ? അവർ നോമ്പെടുത്തിട്ടുണ്ട് എന്നുള്ളതാ പേടി. വയുസല്ലൂൻ, അവർ നമസ്കരിച്ചവരാണ്. വയതസദ്ദഖൂൻ, അവർ ദാനധർമ്മം ചെയ്തവരാണ്. എന്റെ സഹോദരങ്ങളെ, അതൊക്കെ ചെയ്താൽ പിന്നെ എന്തിനാ പേടി? റസൂലുള്ള പറയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്, അവർക്ക് പേടി, അവർ നോമ്പെടുത്തിട്ടുണ്ട്, അവർ തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, അവർ പടച്ചോന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ട്, ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. പക്ഷേ വഹും യഖാഫൂൻ, അതുകൊണ്ട് തന്നെ അവർ പേടിക്കുകയാണ്, അല്ലാ യുഖ്ബല മിൻഹും, സ്വീകരിക്കപ്പെടാതെ പോയാലോ? നന്മ ചെയ്യുന്ന നമുക്കുണ്ടാകേണ്ട പേടി, ഇതെങ്ങാനും സ്വീകരിക്കാതെ പോയാൽ നമ്മൾ എത്ര നഷ്ടക്കാരാണ്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നന്മകൾ സ്വീകരിക്കപ്പെടാതെ പോവുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. എന്നിട്ട് റസൂലുള്ള ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാണ്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അക്കൂട്ടരാണ് നന്മയിൽ മുന്നേറുന്നവർ. ചെയ്ത നന്മ സ്വീകരിക്കപ്പെടാതെ പോകുമെന്ന് പേടിയുള്ളവരാണ് പിന്നെയും കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുക എന്ന് റസൂലുള്ള അടുത്ത ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത നന്മകൾ സ്വീകരിച്ചു കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന് പേടിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെയും കൂട്ടി കഅബ നിർമ്മിക്കുകയാണ്. അള്ളാഹ് സ്വീകരിക്കുമെന്ന് ഉറപ്പാ. കാരണം അള്ളാഹ് പറഞ്ഞ പ്രവൃത്തിയാണ്, അള്ളാഹു പറഞ്ഞതുപോലെയാണ് ചെയ്തത്, ഇഖ്ലാസോട് കൂടിയാണ് ചെയ്തത്. എന്നാലും കഅബ നിർമ്മിച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാഹ്. ഈ കഅബയുടെ ഓരോ കല്ലും ഞങ്ങൾ വെച്ചപ്പോ നിന്റെ കൂലിയാ ഞങ്ങൾ പ്രതീക്ഷിച്ചത്, സ്വീകരിക്കണേ അല്ലാഹ്. രണ്ടുപേരും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കൂനൂ ലിഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ, നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നതിന് കൊടുക്കുന്നതിലേറെ പ്രാധാന്യം ആ കർമ്മം സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം. സഹോദരങ്ങളെ, എങ്ങനെ 22 ദിവസം നമ്മൾ നോമ്പെടുത്തില്ലേ, അതിലേറെ പ്രാധാന്യമാണ് പടച്ചോനെ എൻ്റെ 22 നോമ്പും സ്വീകരിക്കണേ എന്ന് പറയുന്ന വാചകത്തിന്. ഒരു വിശ്വാസി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ഏതാണ്? റസൂലുള്ള പറഞ്ഞു, വെള്ളിയാഴ്ച സുബ്ഹ് ജമാഅത്തായി നിസ്കരിക്കൽ. അത് റമളാനിൽ കൂടി ആകുമ്പോഴോ? റമളാനിൽ വെള്ളിയാഴ്ച സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച നമ്മൾ അതിലേറെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്റെ സുബി പടച്ചോനെ സ്വീകരിക്കണേ എന്നുള്ള വാചകത്തിനാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ സലഫുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവര് കാനൂ യദ്ഊന അല്ലാഹ തആല 6 അശ്ഹുർ, അവർ 6 മാസക്കാലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അയുബല്ലിഹും റമളാൻ, റമളാനിലേക്ക് എത്തിക്കാൻ വേണ്ടി. റമളാനിന്റെ 6 മാസം മുമ്പ് തുടങ്ങും, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന്. സുമ്മ യദ്ഊനഹു 6 അശ്ഹുർ, പിന്നീടുള്ള 6 മാസക്കാലം അവരുടെ പ്രാർത്ഥന എന്താ? അയ്യതഖബ്ബല മിൻഹും, റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കണേ. 6 മാസക്കാലം പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ സലഫുകൾ എന്ന് സഹോദരങ്ങളെ ഹദീസുകളിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറയുന്നുണ്ട്, അൽ ഖൗഫു അലൽ അമൽ അല്ലാ യുതഖബ്ബല അശദ്ദു മിനൽ അമൽ. എനിക്കൊരു കർമ്മം ചെയ്യാൻ പറ്റാതെ പോകുമോ എന്നതിലേറെ പേടി എന്റെ ചെയ്തതൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നാണ്. എനിക്ക് നാളെ നിസ്കരിക്കാൻ പറ്റുമോ എന്നതിലേറെ എനിക്ക് പേടി എന്റെ ഇന്നത്തെ നിസ്കാരം അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാവുമോ. നാളെ എനിക്ക് നോമ്പ് നോൽക്കാൻ കഴിയുമോ എന്നതിലേറെ എനിക്ക് പേടി എന്റെ ഇന്നത്തെ നോമ്പ് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നാണ് എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറയുകയാണ്.
സ്വഹാബി വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന്നകൂന അലമ അന്നല്ലാഹ തഖബ്ബല മിന്നി അമല, എന്റെ കർമ്മങ്ങളിൽ നിന്ന് ഒരു അമലെങ്കിലും അല്ലാഹ് സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ, അഹബ്ബു ഇലയ്യ അയ്യകൂന മില്ലൽ അർളി റഹബ, ഭൂമി മുഴുവൻ എനിക്ക് സ്വർണം കിട്ടുന്നതിലേറെ ഇഷ്ടമാണ്, ഭൂമി മുഴുവൻ സ്വർണം കിട്ടുന്നതിലേറെ എനിക്കിഷ്ടം എന്റെ ഒരു അമല് അല്ലാഹ് സ്വീകരിച്ചു എന്നറിയലാണ്. ഇതാണ് സഹോദരങ്ങളെ സലഫുകൾ. എന്റെ ഒരു അമൽ അല്ലാഹ് സ്വീകരിച്ചു എന്ന് എനിക്ക് അറിഞ്ഞു കിട്ടിയ, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് സ്വഹാബി വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പേടിച്ച് തന്നെ കഴിഞ്ഞുകൂടണമെന്നല്ല, പേടിയും വേണം, പ്രതീക്ഷയും വേണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായ ഒരു വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. ചെറുപ്പക്കാരനാണ്, പക്ഷെ മരണാസന്നനായി കിടക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, കൈഫ തജിദുക്, എന്താ ഇപ്പൊ നിന്റെ അവസ്ഥ, എന്തൊക്കെയാ നിന്റെ മനസ്സിലിപ്പോ തോന്നുന്നത്? അദ്ദേഹം ഉടൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവാണേ പ്രവാചകരെ, ഇന്നി അർജുല്ലാഹ് വ അഖാഫു ദുനൂബി, ഇന്നി അർജുല്ലാഹ്, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്. ഞാൻ ചെയ്ത നന്മകൾ ഓർക്കുമ്പോ, ദിക്റുകൾ ഓർക്കുമ്പോ, ദുആകൾ ഓർക്കുമ്പോ, ദാനധർമ്മങ്ങൾ ഓർക്കുമ്പോ, എന്റെ നോമ്പ് ഓർക്കുമ്പോ, എന്റെ തറാവീഹ് ഓർക്കുമ്പോ, ഇന്നി അർജുല്ലാഹ്, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ വ അഖാഫു ദുനൂബി, എന്റെ പാപങ്ങൾ ഓർക്കുമ്പോ പേടിയാണ്. ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച അബദ്ധങ്ങൾ ഓർക്കുമ്പോ, തെറ്റുകുറ്റങ്ങൾ ഓർക്കുമ്പോ വ അഖാഫു ദുനൂബി, ഞാൻ പേടിക്കുകയാണ് പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ, ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈ രണ്ട് ചിന്തയും ഒന്നിച്ചു വന്നാൽ, എന്താ രണ്ട് ചിന്ത? സ്വർഗം കിട്ടും എന്ന പ്രതീക്ഷ, നരകം കിട്ടുമോ എന്ന പേടി. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇല്ലാ അതാഹു അല്ലാഹു മാ യർജു, പ്രതീക്ഷിക്കുന്നത് അല്ലാഹ് കൊടുക്കും. എന്താ പ്രതീക്ഷ? സ്വർഗം കിട്ടും, ഞാൻ കുറെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലാഹ് കൊടുക്കും. വ അമ്മനഹു മിമ്മാ യഖാഫ്, എന്തിനാണോ പേടിക്കുന്നത് അതിൽ നിന്ന് അല്ലാഹ് രക്ഷ കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാന്മാരായ മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ ശറഹിൽ പറയുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് എപ്പോഴും ഈ രണ്ട് ചിന്തയും ഉണ്ടാകണം, പേടിയും വേണം, പ്രതീക്ഷയും വേണം എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അമിത പ്രതീക്ഷ ഉണ്ടാകാൻ പാടില്ല. എന്നെ കൊണ്ട് ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലോ എന്ന ആവശ്യമില്ലാത്തൊരു ചിന്ത ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. എന്തേ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ച ഒന്നാണ് അൽ ഉജ്ബു. എന്താ ഉജ്ബ് എന്ന് പറഞ്ഞാൽ? ഞാൻ തരക്കടില്ല എന്ന് തോന്നുക. എനിക്കൊക്കെ റമളാൻ മുതലാക്കാൻ പറ്റിയിട്ടുണ്ട്, ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ എത്ര തവണ ഖത്തം തീർത്തു എന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ സ്വന്തം മനസ്സിൽ തോന്നുക എന്നത് വലിയ നാശകാരിയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ളയോട് ഒരു ആൾ വന്നിട്ട് ചോദിക്കാണ്, ഒരു സംഘം ആളുകളിൽ ഏറ്റവും മോശം ആൾ ആരാണ് എന്നെങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു 10 ആളുണ്ട് ഇവിടെ, ആ 10 ആളിൽ ഏറ്റവും ചീത്ത മനുഷ്യൻ ആരാണ് എന്നെങ്ങനെ മനസ്സിലാക്കും? അദ്ദേഹം പറഞ്ഞതെന്തറിയോ? മൈ യറ അന്നഹു അഫ്ദലുഹും, ഞാനാണ് കൂട്ടത്തിൽ നല്ലോനെന്ന് തോന്നുന്നവനാണ് ഏറ്റവും മോശക്കാരൻ. ഇക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ല ആൾ ഞാൻ തന്നെയാണ് എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവനാണ് മോശക്കാരൻ എന്ന് ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. ലൗലം തകൂനു തുദ്നിബൂൻ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത വിധം നിങ്ങൾ സുരക്ഷിതരായാൽ, ലഖിഫ്തു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കും. ഒരു തെറ്റും ചെയ്യാത്തവരായാൽ പിന്നെ ഞാനൊരു പേടിക്കും. മാഹു അക്ബറു മിൻ ദാലിക്, തെറ്റ് ചെയ്യുന്നതിലേറെ വലിയ പേടിയാണത്. അതെന്താ? അൽ ഉജ്ബു, അൽ ഉജ്ബു, ഞാൻ തെറ്റ് ചെയ്യാത്തവനാണല്ലോ എന്ന ചിന്ത വന്ന് നിങ്ങൾ നശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു തെറ്റും ചെയ്യാത്തവരെ കാണുമ്പോൾ എനിക്ക് പേടിയാ. എന്താ അറിയോ? അവർ ചിന്തിക്കും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അത് ഏറ്റവും വലിയ തെറ്റാ, അത് ഉജ്ബാണ്, അത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഘടകമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. സലഫുകൾ പറയുകയാണ്, ലിഅന്നബീത നായിമാ വഅസ്ബഹ നാദിമൻ, ഞാൻ ഒരു ദിവസം രാത്രി നിസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് അണ്ട് ഉറങ്ങിപ്പോയി. അതാണ് നേരം വെളുത്തിട്ട് രാത്രി നിസ്കരിക്കണം അന്ന് ഞാൻ ഇന്നലെ രാത്രിയൊക്കെ നിസ്കരിച്ച ഒരാളാണ് എന്ന് തോന്നുന്നതിലേറെ എനിക്കിഷ്ടം. എങ്ങനെ? രാത്രി ഒരാൾക്ക് അറിയാതെ നമസ്കാരം നഷ്ടപ്പെടുമ്പോൾ നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസാക്ഷി കുത്തില്ലേ, പടച്ചോനെ ഞാനൊന്നും അത് ഒഴിവാക്കാൻ പാടില്ലായിരുന്നല്ലോ എന്ന ഖേദം. അതാണ്
രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് രാവിലെ എനിക്ക് തോന്നുകയാണ് ഞാൻ മുഴുവൻ നിസ്കരിച്ച ഒരാളാണ് എന്ന് തോന്നുന്നതിലേറെ എനിക്കിഷ്ടമെന്ന് മഹാന്മാരായ സ്വഭാവത്ത് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ധാരാളമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുമ്പോഴും കുറെ ചെയ്തു എന്ന അമിത പ്രതീക്ഷ നമുക്കുണ്ടാകാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയില്ലേ? സ്വഹാബികളിൽ പ്രമുഖനാണ് അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോഴേക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ മനസ്സിലാകും. ഒരു മുസ്ലിമിന് അബൂ ഹുറൈറ എന്ന പേര് കേട്ടാൽ അപ്പം മനസ്സിലാകും ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അല്ലേ. എന്നാൽ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരാൾ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കരയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ജീവിതം ധന്യമായിരുന്നില്ലേ? ഒരുപാട് നന്മകൾ ചെയ്തില്ലേ? റസൂലുള്ളാഹിന്റെ മൊഴിമുത്തുകൾ സ്വീകരിച്ച് ജനസമൂഹത്തിന് പകർന്നൂർ നൽകിയില്ലേ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്സഫറു തവീൽ വസ്സാദു ഖലീൽ വൽ മൗതു ഖരീബ്. അസ്സഫറു തവീൽ, യാത്ര ദീർഘമാണ്. മരണശേഷമുള്ള മരണാനന്തരമുള്ള ജീവിതമില്ലേ? ഖബർ ജീവിതമില്ലേ? ബർസഖി ജീവിതമില്ലേ? പരലോക യാത്രയില്ലേ? അസ്സഫറു തവീൽ, ആ യാത്ര നീളമുള്ള യാത്രയാണ്. വസ്സാദു ഖലീൽ, ആ യാത്രയിൽ കൊണ്ടു നടക്കാൻ എൻ്റെ കയ്യിൽ വിഭവം കുറവാണ്. ആരാ പറയുന്നത്? ഒരുപാട് വിഭവം ഉണ്ടാക്കി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മരിച്ചു പോകുമ്പോൾ കൊണ്ടാകാനുള്ള യാത്രയിൽ യാത്രാഭക്ഷണം എൻ്റെ അടുത്ത് കുറവാണ്. വൽ മൗതു ഖരീബ്, ഇനി ഉണ്ടാക്കാൻ അധികം സമയമില്ല. മരണം അടുത്തെത്തിയിരിക്കുന്നു, മരണാസന്നനായിരിക്കുന്നു. ഇതോർത്താണ് ഞാൻ കരയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നന്നായി അധ്വാനിക്കുകയും അതെല്ലാം സ്വീകരിച്ചു കിട്ടാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം. ഉമ്മുൽ അലാ എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിത, മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് പറയുന്നുണ്ട്, റഹ്മത്തുള്ളാഹി അലൈക അബുസായിബ്, അബുസായിബ് നിങ്ങൾക്ക് അല്ലാഹ് കരുണ ചെയ്യുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഷഹാദത്തി അലൈക്, ഞാൻ സാക്ഷിയാണ്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ സാക്ഷിയാണ്. ലഖദ് അക്റമക്കല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ആദരിച്ചിട്ടുണ്ട്. ഒരു സ്വഹാബി വനിത തന്റെ ബന്ധുവായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഒന്ന് പുകഴ്ത്തി പറഞ്ഞതാ, നിങ്ങൾ ഉഷാറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. അവിടുന്ന് ചെന്നുകൊണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, വമാ യുദ്രീകി അന്നല്ലാഹ അക്റമഹു, അല്ലാഹ് ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് നിനക്ക് മനസ്സിലായത്? അവരൊന്നും മറുപടി പറഞ്ഞില്ല. റസൂലുള്ള ചോദ്യം ആവർത്തിച്ചു, പറയേ, നിനക്ക് എങ്ങനെ മനസ്സിലായത് ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന്? എങ്ങനെയാ മനസ്സിലായത്? വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ഈ സ്വഹാബി വനിത ഉമ്മുൽ അല പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലാ അദ്രി ബി അബി വ അൻക, എന്റെ ബാപ്പയാണ് എന്റെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ബി അബി അൻത വ ഉമ്മി, എന്റെ ഉപ്പ ഉമ്മി നിങ്ങൾക്ക് പകരം തരാ എന്ന് റസൂലുള്ളാഹിനെ അത്രയും ബഹുമാനിച്ച് വിളിച്ചിട്ട് പറയാണ്, എനിക്കറിയില്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാണ്, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നി ലഅർജു ലഹുൽ ഖൈർ, അദ്ദേഹത്തിന് നന്മ തന്നെയാണ് കിട്ടുക എന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. പക്ഷേ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അദ്രി വ അന റസൂലുള്ളാഹ് മാ യുഫഅലു ബി, അല്ലാഹുവാണ് സത്യം, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, പക്ഷേ ഞാൻ എങ്ങനെയായിരിക്കും പരലോകത്ത് എന്ന് എനിക്കറിയില്ല. അല്ലാഹ് എന്നെ കൊണ്ട് എന്താ ചെയ്യാന്ന് എനിക്ക് പേടിയാ. പിന്നെ എങ്ങനെ ഇദ്ദേഹത്തെ നമ്മൾ ഉറപ്പിച്ചു പറയാ? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, പക്ഷെ എനിക്ക് പേടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ റമദാൻ ഇതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പല ആളുകളും ഇനിയാണ് തിരക്കിലേക്ക് പോകുന്നത്. ഡ്രസ്സ് വാങ്ങാനുള്ള തിരക്ക്, പെരുന്നാളിന് ഒരുങ്ങാനുള്ള തിരക്ക്, ഇബാദത്തുകളിൽ നിന്ന് അല്പം പോലും പിറകോട്ട് പോകാതെ കൂടുതൽ മുന്നോട്ട് കുതിക്കേണ്ട സമയമാണ്. നന്നായി പരിശീലിച്ചൊരു കായിക താരം ഫൈനൽ റൗണ്ടിൽ ഇറങ്ങി അവസാനം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ സമയത്ത് തളർന്നു, ഞാൻ കുറെ ആയല്ലോ എന്ന് പിന്തിരിഞ്ഞു പോയാൽ എങ്ങനെയുണ്ടാകും? അതേ അവസ്ഥയായിരിക്കും ഇപ്പൊ നമ്മൾ ഇബാദത്ത് നിർത്തിവെച്ചാൽ. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, കർമ്മങ്ങളുടെ അവസാനം എന്തെന്ന് നോക്കിയാണ് അള്ളാഹു പരിഗണിക്കുക. അല്ലേ? നിസ്കാരത്തിൽ ഏറ്റവും അള്ളാഹ് സ്വീകരിക്കണ രണ്ട് സന്ദർഭങ്ങൾ സുജൂദിലാകുമ്പോഴും സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. അല്ലേ? നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. എന്തേ കാരണം? അവസാനം അള്ളാഹ് പ്രത്യേകം പരിഗണിക്കും. എന്ന പോലെ തന്നെ ഈ റമദാനിലെ അവസാന ദിവസങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഖിയാമുൽ ലൈൽ കൊണ്ട്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, പള്ളികളിൽ ഇഅ്തികാഫിരുന്നുകൊണ്ട്, സമയം ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കണം.
അങ്ങനെ പരിശീലിച്ചിട്ട് അത് റമദാനിൽ നേടിയ ഈമാനും തഖ്വയും ജീവിതത്തിലുടനീളം തുടർത്താൻ കൂടി നമുക്ക് സാധിച്ചാൽ നമ്മളാണ് വിജയികൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അമലുകൾ പൊളിച്ചു കളയാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. നെയ്തെടുത്ത നൂല് അവസാനം അതിന്റെ ഇഴകൾ ഓരോന്ന് പിരിച്ചുടച്ചു കളഞ്ഞവളെ പോലെ നിങ്ങളാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി ഖുർആൻ പഠിപ്പിച്ചു. സലഫുകൾ അവരുടെ റമളാനിലെ അവസാനത്തെ ഖുതുബയിൽ, റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഖുതുബ പറയുമ്പോൾ അവർ തുടക്കത്തിൽ തന്നെ പറയുമത്രേ, ലാ തകുൻ റമളാനിയ വലാ തകുൻ ശവ്വാലിയ ഇന്നമാ തകുൻ റബ്ബാനിയ. ലാ തകുൻ റമളാനിയ, നീ ഒരു റമളാൻ സ്പെഷ്യലിസ്റ്റ് ആകരുത്. വലാ തകുൻ ശവ്വാലിയ, ഒരു ശവ്വാലിലും കൂടി ഇങ്ങനെ തുടർന്നാലും പോരാ. ഇന്നമാ തകുൻ റബ്ബാനിയ, നീ റബ്ബിന്റെ ആളായിക്കോ. റബ്ബ് എന്നുമുണ്ട്. റമളാനിലും ശവ്വാലിലും ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അല്ലാഹ് കൂടെയുണ്ട്. അവൻ ഖരീബാണ്. ആവശ്യമുള്ളതൊക്കെ റബ്ബിനോട് ചോദിച്ചോളൂ, അവൻ തരും. നിന്റെ എല്ലാ പ്രയാസങ്ങളും റബ്ബിനോട് പറഞ്ഞോളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കാവുന്ന വിധത്തിൽ നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. റമളാനിൽ നേടിയെടുത്ത ഈമാനും തഖ്വയും നമ്മൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക. സ്വഹാബികൾ പറഞ്ഞു, ബിഅസൽ ഖൗമു ഖൗമുൻ ലാ യരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമളാൻ. റമളാനിലല്ലാതെ അല്ലാഹനെ മനസ്സിലാക്കാത്ത കുറെ ആളുകളുണ്ട്, അവർ ചീത്ത മനുഷ്യരാണ് എന്ന് സലഫുകൾ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്രമമില്ല. റമളാൻ കഴിഞ്ഞാലും ശവ്വാലിൽ ആദ്യ ദിവസം പെരുന്നാൾ ആഘോഷിച്ചിട്ട് പിറ്റേന്ന് മുതൽ വീണ്ടും നോമ്പ് തുടങ്ങുകയാണ്. എന്തിനാ? ഇതിന്റെ ഒരു തുടർച്ച നമുക്ക് വേണം എന്നതുകൊണ്ടാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ നീ മറ്റൊന്നിൽ ഏർപ്പെട്ടോ. സൂറത്തുൽ ഹിജ്റിൽ 15-ാം അധ്യായത്തിൽ ഒരുപാട് നന്മകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് സൂറത്ത് അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞത് എന്താ? ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഇബാദത്തുകളിൽ മുഴുകിക്കോ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ആയത്തിൽ 99-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. എങ്കിൽ അഅമാലുനാ ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ നമുക്ക് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാം. വറാഹത്തുനാ ഫിൽ ജന്ന, നമ്മുടെ വിശ്രമം അത് സ്വർഗത്തിലാണ്. ആ സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ അവസാന വേളയിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏതാനും ചില ചിന്തകളാണ് ജുമുഅ ഖുത്ബയുടെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് വളരെ ചുരുക്കി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഇഹപര വിജയത്തിനായി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യണം. ഒരിക്കൽ ത്വാരിഖ് ബിനു അശ്യം അൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ കടന്നു വരികയാണ്. അദ്ദേഹം ചോദിച്ചു, റസൂലേ, എനിക്ക് എന്താണ് റബ്ബിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറ്റുക? ഞാൻ പല പ്രാർത്ഥനകളും നിർവഹിക്കുന്നുണ്ട്, എനിക്ക് റബ്ബിനോട് വേഗത്തിൽ ചോദിച്ചു വാങ്ങാവുന്ന വാചകങ്ങൾ അടങ്ങിയൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമർത്ഥനായ ഒരു അധ്യാപകനാണ്. ചോദിച്ചു വരുന്നവരുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗുരുനാഥൻ. പ്രവാചകൻ വിരലുകൾ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, 4 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, കുൽ, നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅഫിനി വർസുഖ്നി. നമുക്കറിയുന്ന വാചകങ്ങളാണ്. ഇന്ന് ഖുത്ബയിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നൊരു പ്രാർത്ഥന തന്നെയാണെങ്കിലും പലപ്പോഴും വിട്ടുപോയിരുന്നത് ഞാൻ തുടങ്ങി എന്ന് പറയാൻ, അല്ലെങ്കിൽ ചെയ്യുന്നവർ തുടർത്താൻ തീരുമാനിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅഫിനി വർസുഖ്നി. അല്ലാഹുവേ, എന്നോട് കരുണ ചെയ്യണേ,
അള്ളാഹുവിന്റെ കരുണമില്ലാതെ അള്ളാഹു മുഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അള്ളാഹ് പുറത്തു തന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വർഹംനി, അള്ളാഹു എന്നോട് കരുണ കാണിക്കണേ, റബ്ബിന്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്ക് സ്വർഗമുണ്ടോ? വആഫിനി, അള്ളാഹു എനിക്ക് ആരോഗ്യം തരണേ, എനിക്ക് ശാരീരികമായ സുഖം സൗഖ്യം തരണേ. വർസുഖിനി, എനിക്ക് ഹലാലായ തൊയ്യിബായ ഉപജീവനം തരണേ എന്ന് അള്ളാഹുവിനോട് നീ പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫഇന്നഹ ഉലായി, ഈ 4 വാചകങ്ങളുണ്ടല്ലോ, യജ്മഅന ലക, നിനക്ക് ഒരുമിച്ച് നേടിത്തരും, ദീനക വ ദുനിയാക്, നിന്റെ ദീനും നിന്റെ ദുനിയാവും നിനക്ക് നേടിത്തരും. നിന്റെ ദീനും കിട്ടും, ദുനിയാവും കിട്ടും, ഇഹലോകം കിട്ടും, പരലോകം കിട്ടും. എന്താ ചെയ്യേണ്ടത്? അല്ലാഹു മുഗ്ഫിർലി, പടച്ചവനെ പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക. സഹോദരങ്ങളെ, നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ടത് ഏറ്റവും ഉചിതമായ സമയത്ത് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ്. ഏതാ ഏറ്റവും ഉചിതമായ സമയം? അത്താഴത്തിൽ എഴുന്നേൽക്കുന്ന സമയമാണ്. നമ്മൾ അത്താഴത്തിൽ എഴുന്നേൽക്കുന്ന സമയത്താണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ഉചിതമായ സമയം. എന്തേ കാരണം? വിശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാണേ, അവർ രാത്രിയിൽ അധികമൊന്നും ഉറങ്ങൂല. പിന്നെ അവിടെ പ്രത്യേകത എന്താണെന്നറിയോ? വക്കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ അസ്തഗ്ഫിറുല്ലാഹ്, രാത്രിയുടെ 1/3 ബാക്കിയാവുന്ന സമയത്ത് അത്താഴ വേളകളിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്നവരാണ്. സ്വർഗത്തിൽ പോയത് എന്തുകൊണ്ടാ? അത്താഴത്തിന്റെ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അവർ ചൊല്ലുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങൾ, എത്ര ശ്രദ്ധിച്ചാലും ശ്രമിച്ചാലും ചില വീഴ്ചകളും പോരായ്മകളും കുറവുകളുമൊക്കെ നമ്മിൽ സംഭവിച്ചെന്നു വരാം. അത് മനുഷ്യന്റെ സ്വാഭാവികതയിൽപ്പെട്ടതാണ്. പക്ഷേ ആ ന്യൂനതകൾ പോലും നമ്മിൽ നിന്ന് പരിഹരിക്കാനുള്ള, നികത്താനുള്ള മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? അതാണ് ഫിത്ർ സക്കാത്ത്. എന്തെങ്കിലും കുറവുണ്ടോ അതുകൂടി പരിഹരിക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് എന്താ? തുഹ്റത്തൽ ലിസ്വാഇം മിനൽ ലഗ്വി വറഫസ്. നോമ്പുകാരന് വല്ല മ്ലേച്ഛ മോശ ചിന്തയോ കാഴ്ചയോ സംസാരോ വാക്കോ പ്രവൃത്തിയോ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ശുദ്ധിയാകണം. വതുഅമത്തൽ ലിൽ മസാകീൻ, പാവങ്ങൾക്കൊരു ഭക്ഷണമാകണം. അതുകൊണ്ട് ആരെങ്കിലും ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗത്തിൽ അത് തീർക്കാൻ, ഒരു ബാധ്യതയായി കണ്ട് വേഗത്തിൽ അത് ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ കഴിയുമ്പോൾ നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലും ഒരു ആഘോഷമാണ്, പക്ഷെ അത് ആരാധനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം, അതിൻ്റെ അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അത്തരം കാര്യങ്ങളിൽ മുഴുകേണ്ടത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ നന്മകളും ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദു ശുഹൂരി റമളാൻ, മാസങ്ങളുടെ നേതാവ് റമളാനാണ്. വസയ്യിദുൽ അയ്യാം യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷത്തിൽ ഒരുപക്ഷെ റമളാനിൽ ഒരു വെള്ളി ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആ നിലക്ക് തന്നെ നമ്മൾ കാണണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയിൽ, ഈ പള്ളി മദ്രസയുടെ കാര്യങ്ങൾക്കുള്ള കളക്ഷനാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഒരു പള്ളിയും മദ്രസും ഒക്കെ കൊണ്ടു നടക്കുക എന്നത്. ആ നിലക്ക് തന്നെ മനസ്സറിഞ്ഞ്, റമളാനാണ്, ഈ റമളാനിലെ ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ, ഉദാരമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അള്ളാഹുവെ, കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട്, അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം യാ അല്ലാഹ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്. അവർക്കതിൽ നിന്ന് ആശ്വാസവും മോചനവും നൽകി റാഹത്തായ അവസ്ഥ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങളെ നീ നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم.
وتب علينا إنك أنت التواب الرحيم أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.